പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണത്തിൻ്റെ ഭാഗമായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അദാലത്ത് നടക്കുകയാണ് ജനുവരി 29, 30 തീയതികളിൽ. അപ്പോൾ ഇടപാടുകാർക്ക് പലിശ ഇളവോടുകൂടി അവരുടെ ഈ പണയം വെച്ചതോ മറ്റോ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും അത് പൂർത്തീകരിക്കാനും അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഒരുങ്ങുന്നത്. ഇക്കാര്യത്തിൽ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖിനോട് തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ചോദിക്കാം. ബാങ്ക് ഇപ്പോൾ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നവകേരളീയം കുടിശ്ശിക സമാഹരണ യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള 29, 30 ഇത് സഹകാരികൾക്ക് ഇടപാടുകാർക്ക് ഏറെ ഉപകാരപ്രദമാണ്. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഇത് പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? സംസ്ഥാന ഗവൺമെൻറ് കുടിശ്ശിക നിവാരണത്തിൻ്റെ ഭാഗമായി ഓരോ വർഷവും ജനുവരി മാസത്തിൽ ഗവൺമെൻറ് ഓർഡർ ഇടലുണ്ട്. അതിൽ ഇളവ് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, രോഗികൾ, തീരെ അടക്കാൻ കഴിയാത്ത സാഹചര്യമുള്ള ആളുകൾ, അതിനൊരു മാർഗനിർദ്ദേശം സംസ്ഥാന ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അടുത്ത മാസം 28-ാം തീയതി വരെയാണ് അതിനുള്ള സമയം ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ ഏകദേശം 40% കുടിശ്ശികയായി കിടക്കുകയാണ്. ഒരു ബാങ്കിലും ഇല്ലാത്ത രീതിയിൽ ഏറ്റവും കൂടുതൽ ലോണുള്ള ബാങ്കുമാണ്, ഏറ്റവും കൂടുതൽ ഓവർ ഡി ഉള്ള ബാങ്കുമാണ്. അപ്പോൾ ആ ഓവർ ഡി കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം 29, 30 തീയതികളിൽ ഈ ഓവർ ഡി ആയ ലോണുകളുടെ അവർക്ക് പരമാവധി അളവുകൾ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ആ ലോണ് വീട്ടിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് ഭരണസമിതി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 2 ദിവസം തുടർച്ചയായിട്ട് അദാലത്ത് വെച്ചിട്ടുള്ളത്. ആ അദാലത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പരമാവധി ബാങ്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി അളവുകൾ കൊടുത്ത് അവരെ കൊണ്ട് ലോണ് വീട്ടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അതിന് ബാങ്ക് ഭരണസമിതി കഴിഞ്ഞ ആഴ്ച യോഗം ചേർന്ന് ബാങ്കിലെ ജീവനക്കാരെ 4 ടീമാക്കി ഈ കുടിശ്ശിക ഉള്ള ആളുകളുടെ വീട്ടിൽ ചെന്ന് നോട്ടീസ് കൊടുത്ത് അവരെ ഇത് അറിയിപ്പിച്ചുകൊണ്ട് ഈ അദാലത്തിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള വലിയ പ്രവർത്തനം ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് നടന്ന് വരികയാണ്. അപ്പോൾ അതിന് എല്ലാവരുടെയും പിന്തുണയും സഹായവും, പ്രത്യേകിച്ച് ഓവർ ഡി ഉള്ള ലോണുള്ള ആളുകൾ, അവർക്കത് വലിയ ഗുണം ചെയ്യും. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈ അദാലത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളായ അവരതിൽ പങ്കെടുത്ത് അവരുടെ ലോണുകൾ എത്രയും പെട്ടെന്ന് തീർത്തടക്കാനുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ലോണുകൾ ക്ലോസ് ചെയ്യണം എന്നാണ്, അതിന് സഹകരിക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ സഹകാരികൾക്ക് ഇടപാടുകാർക്ക് പലിശ ഇളവോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത് 50%-ലധികം പലിശ ഇളവ് കൊടുക്കാനാണ്. ഇപ്പോൾ ഒരാൾക്ക് 5 ലക്ഷം ലോണുള്ള ആൾക്ക് 10 ലക്ഷത്തിൻ്റെ മുകളിൽ ലോണായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 50%-ലധികം ഇളവ് കൊടുക്കാനാണ് ഗവൺമെൻറ് ഓർഡർ ഇട്ടിട്ടുള്ളത്. അതിലും കുറേ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രോഗികളായ ആളുകൾ, ഈ പറഞ്ഞ സഹായിക്കാൻ ആളില്ലാത്ത ആളുകൾ, അത് ബാങ്കിൻ്റെ ഭരണസമിതിയുടെ തീരുമാനത്തിന് ഭാഗമായി കൊണ്ട് തന്നെ ഗവൺമെൻറ് രജിസ്ട്രാറുടെ അനുമതിയോടുകൂടി ലോൺ എമൗണ്ടും അതിൻ്റെ ഒരു ചെറിയ ശതമാനം പലിശ, അതായത് ചെറിയൊരു ശതമാനം പലിശ എടുത്തുകൊണ്ട് അങ്ങനത്തെ കേസുകൾ നമ്മൾ ക്ലോസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു തീരുമാനം കൂടി ബാങ്ക് ഭരണസമിതി എടുത്തിട്ടുണ്ട്. അതായത് വളരെ കഷ്ടം ഉള്ള, അടക്കാൻ ഒരു നിലക്കും കഴിയാത്ത ആളുകൾ, അതാ ഞങ്ങൾക്കറിയാലോ, ഈ ഞങ്ങളെ ജീവനക്കാർ വീട്ടിൽ പോയി പരിശോധിച്ച് അത് തൊട്ട് അടുത്തുള്ള ആളുകളോടൊക്കെ പരിശോധിച്ച് അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ ജീവിത വരുമാന മാർഗമൊക്കെ പരിശോധിച്ച് അവരുടെ ഇന്നത്തെ ചുറ്റുപാട് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ലോൺ എമൗണ്ടും അതിൻ്റെ ഒരു ചെറിയ ശതമാനം പലിശയും ഈടാക്കി, അതങ്ങനെ കഴിയുള്ളൂ. പലിശ മുഴുവൻ ഈടാക്കി കൊടുക്കാൻ കഴിയില്ല. അത് ഒരു ഗവൺമെൻറ്റും അത് നിയമം നമുക്ക് അനുവദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പരമാവധി ചെയ്യാൻ പറ്റുന്നത് ഈ 29, 30 തീയതികളിൽ നടക്കുന്ന അദാലത്തിൽ വെച്ച് ഞങ്ങൾ തീർപ്പാക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് നമ്മോട് പറഞ്ഞത്, തീർത്തും നിർധനരായ ആളുകളെ ബാങ്കിൻ്റെ തന്നെ ഉദ്യോഗസ്ഥർ ഓരോ സ്ഥലങ്ങളിലും പോയി പരിശോധിച്ച് അവർക്ക് ചെറിയൊരു ശതമാനം പലിശ ഈടാക്കി അവർക്ക് തീർപ്പാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഇടപാടുകാരും സഹകാരികളും തീർച്ചയായും ഈ അവസരം പ്രയോജനപ്പെടുത്തണം. അവർ ദീർഘകാലത്തെ വായ്പയെടുത്ത് പലിശയുടെ മുകളിലുമായി ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഈ അവസരം ഏറ്റവും പ്രയോജനപ്രദമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തുന്നതാണ് ഈ നവകേരളീയം കുടിശ്ശിക
കുടിശ്ശിക നിവാരണ പദ്ധതി. ഈ പദ്ധതി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് ഓരോ ഇടപാടുകാരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നീല 24 ലൈവ്.